എനിക്ക് ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര സുന്ദരിയാ. ഗുഡ് മോർണിംഗ് ഗൈസ്, ഇറ്റ്സ് സെക്കൻഡ് ഡേ ഹിയർ. ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 9:30 നമുക്ക് ഫീഡ് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 11 o'clock ആകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. 3 to 11 ആണ് ഇവിടെ ചെക്കൗട്ട് ടൈം കേട്ടോ. നമ്മളിങ്ങനെ കാട്ടിൽ കിടന്നിറങ്ങി കാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന നിറയെ മരങ്ങൾ, അങ്ങനത്തെ ഒരു ഫീലുണ്ട് എനിക്ക്. നല്ല രസമുണ്ട് ആ ഫീൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് വൈബ്, ട്രോപ്പിക്കൽ വൈബ്. ബാ പോവാം, പല്ലേക്കാം. കമോൺ. രസമാണല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളിവിടെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടേക്ക് വരാൻ നോക്കിക്കോളൂ. ജസ്റ്റ് ഒരു 1 day നിന്നാൽ മതി കേട്ടോ. 1 day നിൽക്കാനേ പറ്റത്തുള്ളൂ. ഒരു ദിവസമൊക്കെ ഇങ്ങനെ വന്ന് കാടൊക്കെ കണ്ടു പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്, നൂഡിൽസ് ഉണ്ടാക്കുക. ഞാൻ ഇതിനി എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ഭയങ്കര ഷോർട്ടാണ്, വലിയ കാര്യമൊന്നുമില്ല. എയർബിഎൻബി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തു. അതിൽ നമ്മൾ സ്ഥലം, ലൊക്കേഷൻ ചൂസ് ചെയ്തു, നമ്പർ ഓഫ് ഗസ്റ്റ് ചൂസ് ചെയ്ത്, ഡേറ്റ് എല്ലാം ചൂസ് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ഇതിന് വന്നിട്ട് പെർ ഡേ 162 സംതിങ് ആയിരുന്നു റെന്റ് ഉണ്ടായിരുന്നത്. $162. പക്ഷെ ടാക്സും കൂടി വരുമ്പോൾ അതൊരു 200 and something വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ലൈക്ക് അത്രയാണ് ഇതിൻ്റെ ഇതുള്ളത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ആസ് യൂഷ്വൽ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ ബുക്ക് ചെയ്തു. ഇവിടെ വൈഫൈ ഉണ്ട്, പിന്നെ TV ഉണ്ട്, പിന്നെ അത്യാവശ്യമൊക്കെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഇൻഡക്ഷൻ കുക്കറും, പിന്നെ കുക്കറല്ല, ഇൻഡക്ഷൻ സ്റ്റൗവും, പാത്രങ്ങളും, അങ്ങനത്തെ വെള്ളം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് എന്താന്ന് വെച്ചാൽ വാഷ്റൂം പുറത്താണ്. അത് കുറച്ച് പാടാണ് ശരിക്കും. അത് ഒന്നാമത് വിന്റർ ആയതുകൊണ്ട് ഭയങ്കര പാടാ. നമ്മൾ എപ്പോഴും ഇങ്ങനെ നടന്നു പോകണ്ടേ, അത് കുറച്ച് പാടാണ്. സോ അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമായി. പശുവുണ്ട്, കുതിരയുണ്ട്, പന്നിക്കുട്ടന്മാരുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പ്രാവുണ്ട്, ടർക്കിയുണ്ട്, ഡോഗ്സ് ഉണ്ട്, കാറ്റ്സ് ഉണ്ട്. എന്തപ്പോൾ ഇവിടെ ഇല്ലാത്തിനി? അനിമൽസിനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വരാം. 2 cats ഒക്കെ ഉണ്ട് കേട്ടോ. ലൊക്കേഷൻ ബെർലിംഗ്ടണിലാണ്. ബെർലിംഗ്ടണിൽ എക്സാക്റ്റ് പറയാ ബെർലിംഗ്ടൺ തന്നെയാണ്, ലൈക്ക് അടുത്താ. നമ്മുടെ ടൊറന്റോന്ന് ആകെ ഒരു 1 hour ഒക്കെ ഉള്ളൂ ട്രാവല്. ഒരു ചെറിയ ഗെറ്റ് അവേക്ക് നല്ല സ്പേസ് ആണ്, നല്ല സ്പോട്ടാണ്. ബട്ട് ഞാൻ പറയാ സമ്മറിൽ ചൂസ് ചെയ്താൽ മതി എന്നാണ്. വിന്ററിനേക്കാളും സമ്മറിനാണ് ഇവിടെ അടിപൊളിയായിട്ടുണ്ടാവുക. പുറത്തൊക്കെ ഇറങ്ങി നടക്കുക, ഫോമൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സമ്മറാണ് ബെസ്റ്റ് സമയമുള്ളത്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഡോം. ഫ്രഷ്ലി മെയ്ഡ് നൂഡിൽസ്. ഇത് മൊത്തം ഞാൻ കഴിക്കാനില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാനാണ്. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ നൂഡിൽസ് അല്ല ഇഷ്ടം, എനിക്ക് യിപ്പി നൂഡിൽസ് ആണ് ഇഷ്ടം. നീ ഇപ്പൊ പറ, 5 വർഷം കൊണ്ട് എൻ്റെ കൂടെ ജീവിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറയണം. അന്ന് ഓരോരോ പോസിറ്റീവ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒന്നും അറിയില്ല എനിക്ക്. വിളവ് കാണിക്കല്ലേ, പറ. എന്താ പറയാ? ഞാൻ പറയാലോ നിന്റെ ചോദിച്ചാ? നീ ഭയങ്കര പാവാ, ഭയങ്കര കൈൻഡാ, ഭയങ്കര ക്ഷമയാ. എന്തായാലും പിന്നെ ഭയങ്കര കെയറിങ്ങാ, പിന്നെ പൊട്ടനാ. അതേപോലെ എന്റെ പറ. എന്താ, നിനക്ക് ഭയങ്കര വൃത്തിയാണ്. പിന്നെ എന്താ, അവർക്ക് പറ. നല്ല അറേഞ്ച്മെന്റ് ചെയ്യല്ലാതും. ഇതാ നിനക്ക് എന്റെ കൂടെ ജീവിച്ചിട്ട് ആകെ തോന്നിയത്? അതൊരു ബേസിക് ക്വാളിറ്റിയാണ് ഒരാളുടെ, ഒരു ജീവിക്കുന്ന സ്ഥലം വൃത്തിയാക്കി വെക്കാന്നുള്ളത്. നല്ല വ്ളോഗറാണ്.
ടെക്നിക്കലായിട്ടുള്ള പറയണ്ട. എനിക്ക് ഭയങ്കര ബുദ്ധിയാ, എസ്തെറ്റിക് ആണ്, ഭയങ്കര സുന്ദരിയാ, സത്യം. പിന്നെ ബുദ്ധി കുറവാ, വിളവുണ്ട്, ബുദ്ധി കുറവാ. ഇവിടെ വന്നപ്പോ തൊട്ട് വൈശാണ് കേട്ടോ കുക്ക് ചെയ്യണത്. കുക്ക് ചെയ്യുക മാത്രല്ല അല്ല ഞാൻ വ്ളോഗ് എടുത്ത് നടക്കും. സോ വി ആർ ഓൾ സെറ്റ് ടു ലീവ്. എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ദേ ലാസ്റ്റത്തെ എൻ്റെ മേക്കപ്പ് ബാഗും പിന്നെ ചാർജർ എല്ലാം എടുത്തു. സ്ഥലം കാലിയാക്കി സെറ്റാക്കി. നല്ല സ്റ്റേ ആയിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട് ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ. ലൈക്ക് പക്ഷേ 2-3 ദിവസം കൂടി നിൽക്കാൻ മാത്രമുള്ള സ്ഥലമൊന്നുമില്ല. ഒരു ദിവസത്തിനുള്ള സാധനമേ ഉള്ളൂ. അതുകൊണ്ട് ഫൈൻ. യാ, ലെറ്റ്സ് ഗോ. ബൈ. സോ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോവാണ്. നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പം ഇനി ഒരു സ്ഥലത്തും കൂടി ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നയാഗ്ര. അപ്പോൾ നമുക്ക് നയാഗ്ര പോവാം. ഫ്രോസൺ നയാഗ്ര വേറെ തന്നെയാണ് കാണാൻ. സോ ബ്യൂട്ടിഫുൾ. അല്ല, നിങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പരിപാടികളൊന്നും കണ്ടില്ലല്ലോ. രാത്രി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നു. നിങ്ങൾ നല്ല വെയില്. നിങ്ങളൊന്ന് അത് കണ്ടിട്ട് പോരെ, അപ്പേക്ക് നമ്മൾ നയാഗ്ര എത്തും. ഞങ്ങളപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. Cheers to 5 years of 5 years as married couple. നമ്മളപ്പോ നയാഗ്ര എത്തിയിട്ടോ. നല്ല തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ. നിങ്ങൾക്ക് നയാഗ്ര കാണണ്ടേ? കാണൂ. got this. സോ നമ്മളെല്ലാം കണ്ടു. നമ്മൾ എന്നിട്ട് തിരിച്ചു പോവാണ്. ഊട്ടിന്ന് അമ്മാവനും അമ്മായിയും ഇതൊക്കെടാ ഫുള്ള് മരം മൊത്തം കണ്ടോ ഫ്രോസൺ ആയി കിടക്കുന്നേ. എന്താല്ലേ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ തണുപ്പിന്റെ? അല്ല എന്താ ഇപ്പൊ പിന്നെ കാനഡയിൽ പിന്നെ എന്താല്ലേ തണുപ്പുണ്ടാവില്ല. ഇതിന് മാത്രം പറയാൻ എന്താ ഉള്ളത്? അത് നല്ല കാറ്റാണേ. ഇപ്പൊ എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഈ വ്ളോഗ് മൊത്തം എനിക്ക് വിശക്കണമാണ്. സോ നമുക്ക് പോകുന്ന വഴിക്ക് മെക്ഡീന് എന്തെങ്കിലും മേടിക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഇനി വീട് പിടിക്കാം. തളർന്നു, ട്രിപ്പ് മടുത്തു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. എന്ത് വെയിലല്ലേ. കുറച്ച് വെയിലുള്ളതുകൊണ്ടില്ലേ
അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യണില്ല എന്ന് തോന്നുന്നു എനിക്ക് തണുപ്പ്. പിന്നെ എല്ലാം കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, യുനോ. സോ കൈ കടയണം, എനിക്ക് ഫോൺ പിടിക്കാൻ വയ്യ. ഇനി എന്താ, ഇനിയൊന്നുമില്ല. സോ വൈശിങ് വാ, നമുക്ക് ബൈ പറയാം. So we are winding up our anniversary trip and also anniversary vlog. Bye. Bye.